ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നിങ്ങൾക്ക് ഈ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് വേൾഡ് അവിടെ നടക്കുന്ന കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? അതായത് ഭൂമിയിലെ എല്ലാം നശിച്ച് മറ്റൊരു യുഗമുണ്ടായി അവിടെ നടക്കുന്ന കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു കഥ കേൾക്കാൻ കേട്ടോ. നല്ല പാക്ക ഡാർക്ക് സ്റ്റോറി, നല്ല വയലൻസ്, അതുപോലെ നല്ല കിടിലം ഫൈറ്റുകൾ, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. അപ്പൊ നേരെ നമുക്ക് ഈ ഒരു കഥയിലേക്ക് അങ്ങോട്ട് പോവല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമ ആരംഭിക്കുന്നത് തന്നെ സർവനാശം സംഭവിച്ച നമ്മുടെ ഭൂമിയെ കാണിച്ചുകൊണ്ടാണ്. അല്ല, ഭൂമിക്ക് എന്താ സംഭവിച്ചത്? ലോക മഹായുദ്ധങ്ങൾ, പല പോരാട്ടങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞു. ഭൂമിയിൽ ഇപ്പൊ ഒന്നും അവശേഷിക്കുന്നില്ല. വേണമെങ്കിൽ ഭൂമി ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഈ ലോകം മുഴുവനായിട്ടും ഭരിക്കുന്നത് ഒരു ഗ്രേറ്റ് ലോഡാണ്. അയാൾക്ക് കീഴിൽ ഒരു ചർച്ച ഉണ്ട്. മതാടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ഭരണവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മതാടിസ്ഥാനത്തിലുള്ള ഭരണമായതുകൊണ്ട് തന്നെ മന്ത്രവാദികളെ എവിടുന്ന് കിട്ടിയാലും ഇവർ തൂക്കിക്കൊന്നുകളെ. അങ്ങനെ ഇപ്പൊ ഒരു മന്ത്രവാദിയെ പിടിച്ചിട്ടുണ്ട്. അവളുടെ പേരാണ് ഗ്രേ ആലീസ്. ചില പട്ടാളക്കാരും അതുപോലെ തന്നെ അവരുടെ ലീഡർ ആയിട്ടുള്ള റാനത്ത് എന്ന ലേഡിയും കൂടിയിട്ട് ഇപ്പോ ആലീസിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി പോവാണ്. അതിനു മുന്നേ അവിടെ ജോലി ചെയ്യുന്ന എല്ലാ അടിമകളോടും അവരുടെ ജോലി നിർത്താൻ വേണ്ടി പറയാണ്. അവരോടെല്ലാവരോടായിട്ട് റാനത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവത്തിനെ ആരാധിക്കണമെങ്കിൽ ചർച്ചിലേക്ക് വരിക, അതല്ലാതെ മന്ത്രവാദികളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും നിങ്ങളുടെയും അവസ്ഥ. ശരിക്കും ഈ റാനത്തിന് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ഒരു ലേഡിയാണെങ്കിലും ഭയങ്കര പവർഫുൾ ആണ്, ക്രൂരയാണ്. ഇപ്പൊ ആ കഴുമരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ആലീസിന്റെ കാലിനടിയിലുള്ള ആ മരക്കെട്ട അവൾ ചവിട്ടി തെറിപ്പിക്കുകയാണ്. ആ കയറിൽ തൂങ്ങിക്കൊണ്ട് തന്നെ ആലീസ് പെട്ടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവളൊരു മന്ത്രവാദിയാണല്ലോ. ഇപ്പൊ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരന്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവന് തോന്നുകയാണ് അവനാണ് ആ ഒരു കയറിൽ കിടന്ന് കുരുങ്ങുന്നതെന്ന്. വല്ലാത്ത വെപ്രാളത്തിൽ അവൻ സ്വയം തന്നെ അവന്റെ കഴുത്തിന് മുകളിലുള്ള ആ ഒരു കയറ് വെടിവെച്ച് പൊട്ടിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ എന്താ ചെയ്യുന്നത്? ആലീസിന്റെ കഴുത്തിൽ കുരുങ്ങി കിടക്കുന്ന ആ കയറിനിട്ടാണ് വെടിവെക്കുന്നത്. സോ കയറ് പൊട്ടി അവൾ താഴേക്ക് വീണു. മാത്രമല്ല അവന് നേരെ ഓടി വന്നിരുന്ന ആ ആലീസിനെ അവൻ ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ അത് ശരിക്കും ഗ്രേ ആലീസ് എന്ന മന്ത്രവാദി ആയിരുന്നില്ല. അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു പട്ടാളക്കാരനായിരുന്നു. വെടികൊണ്ടത് അവനായിരുന്നു. എന്നാൽ ഇപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് റാനത്ത് വന്നിട്ട് പറയാണ്, നീ അവളുടെ ആ ഒരു മാന്ത്രിക വലയത്തിൽ പെട്ടുപോയി, അതുകൊണ്ട് നീ എന്നെ ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ കഴുത്ത് അപ്പ തന്നെ അറുത്തിടുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളവരോട് ഗ്രേ ആലീസിനെ വേട്ടയാടി പിടിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ പോയവരെ വേട്ടയാടുന്നത് ഗ്രേ ആലീസ് ആണ്. അവസാനം റാനത്തും ആലീസിന്റെ കയ്യിൽ പെട്ടുപോവാണ്. അവളുടെ കഴുത്തിൽ കത്തി വെക്കുന്നുണ്ട്. ഈ നേരം റാനത്ത് പറയുന്നുണ്ട്, അർത്തോ കഴുത്ത് മുറിച്ചിട്ടോ, എനിക്ക് നിന്നെ പേടിയില്ല എന്ന് പറയണം. എന്നാൽ ഗ്രേ ആലീസ് അവളെ കൊല്ലുന്നില്ല. പകരം ആലീസിന് എങ്ങനെയാണോ ആ ഒരു കയറിൽ തൂക്കിയിട്ടത് അതുപോലെ തന്നെ ഇപ്പൊ റാനത്തിനെയും തൂക്കിയിടുകയാണ്. അതായത് പബ്ലിക് ആയിട്ട് തന്നെ റാനത്തിനെ അപമാനിക്കുകയാണ്. ഇതിനുശേഷം ആ അടിമകൾക്കിടയിലൂടെ ഈ ഗ്രേ ആലീസ് പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും ആ സമയത്ത് വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് എല്ലാ അടിമകളും നോക്കുന്നത് ഈ ആലീസിനെയാണ്. ഈ അടിമകൾക്ക് എല്ലാവർക്കും തോന്നുകയാണ് അവൾ അത്രയും പവർഫുൾ ആണെന്ന്. എന്തായാലും ഇതിനുശേഷം സിനിമയിലേക്ക് മറ്റൊരു കഥാപാത്രം വരികയാണ്. ഇവന്റെ പേര് മോർവൻ എന്നാണ്. ആളൊരു പക്കാ കൂലിയാണ്. ആര് കാശ് കൊടുത്താലും എന്ത് നെറികേട് വേണമെങ്കിലും അവൻ ചെയ്യും. കൊലപാതകം എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ ലോസ്റ്റ് ലാൻഡിലേക്ക് ഇപ്പോഴാണ് ഇപ്പൊ മോർവാൻ വന്നിരിക്കുന്നത്. വന്ന സമയത്തിന് ചില ആൾക്കാർ അവനെ കൊള്ളയടിക്കാൻ നോക്കുകയാണ്. അവന്റെ ബാഗിലെ തോക്ക് എടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആ തോക്കിൽ ചുറ്റി നിന്ന 2 നാഗങ്ങൾ ആ തോക്ക് എടുക്കാൻ വന്നവനെ കൊത്തി കൊന്നുകളയാണ്. പിന്നീട് ബാക്കിയുള്ള ഓരോരുത്തരെയും കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് മോർവാൻ നേരിടുന്നുണ്ട്. അതായത് അവനോട് അങ്ങനെയൊന്നും മുട്ടി നിൽക്കാൻ കഴിയില്ല. ഇതിനുശേഷം വീണ്ടും മന്ത്രവാദിയായിട്ടുള്ള ഗ്രേ ആലീസിനെ കാണിക്കുകയാണ്. ആലീസ് ഇപ്പൊ അവളുടെ സങ്കേതത്തിലേക്ക് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് കണ്ണ് കാണില്ല. സത്യം പറഞ്ഞാൽ ആ സ്ത്രീയെ ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയത് ഗ്രേ ആലീസ് ആണ്. എന്ത് ഗ്രേ ആലീസോ? നിങ്ങൾക്ക് ഇപ്പൊ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും. അതായത് ആലീസിന് പ്രായമായിട്ടില്ലല്ലോ, ആ സ്ത്രീക്കാണെങ്കിൽ പ്രായമായിട്ടുണ്ട്. അതിനർത്ഥം ആലീസിന് ഒരുപാട് പ്രായമുണ്ട്. അവളെ വാർദ്ധക്യം ബാധിക്കില്ല. പിന്നീട് ആ സ്ത്രീയോട് സംസാരിച്ച് ആലീസ് അവിടെ നിന്ന് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആലീസിനരികിലേക്ക് ആ നാട്ടിലെ പടനായകനും അതുപോലെ തന്നെ കൂടെ ഒരു സ്ത്രീയും വന്നിട്ടുണ്ട്. പടനായകനായിട്ടുള്ള ജെറൈസിനോട് ചോദിക്കുകയാണ്, നിന്റെ കൂടെ വന്നിരിക്കുന്നത് സാധാരണ ഒരു സ്ത്രീ അല്ലല്ലോ. ഇപ്പോഴാണ് ആ സ്ത്രീ അവരുടെ മുഖം മൂടി മാറ്റുന്നത്. ആ വന്നിരിക്കുന്നത് മറ്റാരുമല്ല, ഈ രാജ്യത്തിന്റെ രാജാവിന്റെ ഭാര്യ, അതായത് മഹാറാണി. മന്ത്രവാദിയായിട്ടുള്ള ഗ്രേ ആലീസിനെ കണ്ട് ഒരു സഹായം ചോദിക്കാനാണ് മഹാറാണി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ആര് സഹായം ചോദിച്ചു വന്നാലും ഈ ആലീസിന് അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയാണ്. അതിന് പകരമായിട്ട് ഇപ്പൊ മഹാറാണി ഒരു കിഴി സ്വർണ്ണ നാണയം സമ്മാനം നൽകുകയാണ്. പിന്നീട് എന്താണ് റാണിയുടെ ആവശ്യം എന്ന് പറയുന്നുണ്ട്. അതായത് റാണിക്ക് ഒരു വെയർവോൾഫ് ആയിട്ട് മാറണം. അതായത് മനുഷ്യ ചെന്നായ. ഈ ഒരു പവറിന് പറയുന്ന പേരാണ് ഷേപ്പ് ഷിഫ്റ്റിംഗ്. അടുത്ത പൗർണമി ആകുമ്പോഴേക്കും മഹാറാണിക്ക് ആ കഴിവ് ഞാൻ തന്നിരിക്കുമെന്ന് മഹാറാണിയോട് ഇപ്പൊ മന്ത്രവാദിയായിട്ടുള്ള ഗ്രേ ആലീസ് പറയണം. മാത്രമല്ല ഇപ്പൊ കൂടെയുള്ള എല്ലാ പട്ടാളക്കാരോടും ഒന്ന് പുറത്തേക്ക് നിൽക്കാനും കൂടെ മന്ത്രവാദി പറയുന്നുണ്ട്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ മഹാറാണിയോട് വളരെ രഹസ്യമായിട്ട് തന്നെ ആലീസ് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഈ വരം നിങ്ങൾക്ക് ലഭിച്ചേക്കാം, പക്ഷെ അതിന് പുറമെ മറ്റു ചില ശാപം കൂടെ നിനക്ക് കിട്ടിയേക്കാം. എന്നാൽ ഇത് കേട്ട മഹാറാണി പറയണ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് ഒരു വെയർവോൾഫായിട്ട് മാറണം, അതായത് മനുഷ്യ ചെന്നായി ആയിട്ട് മാറണം. തീർച്ചയായിട്ടും അതിന് ഞാനൊരു വഴി കണ്ടെത്താന്ന് പറഞ്ഞിട്ട് മഹാറാണിയോട് അവിടുന്ന് ആലീസ് പോകാൻ വേണ്ടി പറയാണ്. എന്നാൽ ഇതുപോലെയുള്ള മനുഷ്യ ചെന്നായി ആകണമെങ്കിൽ ജീവനുള്ള ഒരു മനുഷ്യ ചെന്നായിയുടെ തോല് ഉരിഞ്ഞു
തിരഞ്ഞെടുക്കണം. എന്നാൽ അങ്ങനെയുള്ള മനുഷ്യ ചെന്നായ ഇവിടെ എവിടെയുമില്ല. കുറെ അങ്ങ് കിഴക്ക് ഭാഗത്ത് ലോസ്റ്റ് ലാൻഡിന്റെ ഭാഗത്താണ് അങ്ങനെയുള്ള മനുഷ്യരുള്ളത്. എന്നാൽ അങ്ങോട്ടേക്കുള്ള യാത്ര അത് വളരെ നരകതുല്യമായിട്ടുള്ള ദുസ്സഹമായിട്ടുള്ള യാത്രയായിരിക്കും. ജീവൻ പോകാം. കാരണം പോകുന്ന വഴിയിൽ വിചിത്ര രൂപികളായിട്ടുള്ള ഒരുപാടധികം രാക്ഷസന്മാരുണ്ട്. അതായത് മഹാറാണിക്ക് വേണ്ടി അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ലോസ്റ്റ് ലാൻഡിലേക്ക് പോകണമെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള റിസ്ക് ആയിട്ടുള്ള ഒരു യാത്രയാണ്. എന്തായാലും ഈ സമയത്ത് വീണ്ടും മറ്റേ പടനായകനുണ്ടല്ലോ ജെറൈസ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് പറയാണ്, എന്ത് സഹായം ചോദിച്ചാലും നിങ്ങൾ ഇല്ല എന്ന് പറയില്ലല്ലോ, അതുകൊണ്ട് എനിക്കും ഒരു സഹായം നിങ്ങൾ ചെയ്യണം. അതിന് പകരമായിട്ട് ഈ ഗോൾഡൻ കോമ്പസ് നീ എടുത്തോന്ന് പറഞ്ഞിട്ട് ആലീസിന് അത് കൊടുക്കുകയാണ്. ഇപ്പൊ ആലീസ് ചോദിക്കുകയാണ്, നിന്റെ ആഗ്രഹം എന്താണ്, നിനക്ക് എന്താണ് സാധിക്കേണ്ടത്? ഇയാൾക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, അതായത് മഹാറാണി എന്താണോ പറഞ്ഞത് അതൊരിക്കലും അവർക്ക് കിട്ടാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ ആലീസ് ചോദിക്കുകയാണ്, നീ എന്താണ് മഹാറാണിയെ വഞ്ചിക്കാൻ നോക്കുകയാണോ? അപ്പൊ ഈ ഒരു പടനായകനായിട്ടുള്ള ജെറൈസ് പറയണ, ഒരിക്കലുമല്ല, അവരുടെ ആ ഒരു ആഗ്രഹം അവരെ ആപത്തിലേക്ക് എത്തിക്കും. ഒരിക്കലും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളോട് പറയുന്നത്. അതായത് ആലീസിനോട് എന്ത് ചോദിച്ചാലും അവൾ നോ എന്ന് പറയില്ല, അവൾക്കത് നടത്തി കൊടുത്തേ മതിയാവുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം അവൾക്കുണ്ട്, അതൊരു ശാപമാണ്. ആരെന്ത് ചോദിച്ചാലും അത് നടത്തി കൊടുത്തിരിക്കണം. അങ്ങനെ ആ പടനായകൻ പോയതിനു ശേഷം ശരിക്കുള്ള ആ ഒരു വെയർവോൾഫ് അവൻ എവിടെയാണെന്ന് കണ്ടെത്തണ്ടേ? വളരെ വിശദമായിട്ട് തന്നെ മാന്ത്രിക വിദ്യയിലൂടെ ഗ്രേ ആലീസ് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ ലോസ്റ്റ് ലാൻഡിൽ ഒരു തടാകമുണ്ട്. ആ തടാകത്തിന് പറയുന്ന പേര് തലയോട്ടിയുടെ തടാകം എന്നാണ്. അപ്പൊ അന്ന് ആ തടാകത്തിൽ ഒരു ചെന്നായയുടെ, അതായത് മനുഷ്യ ചെന്നായയുടെ മുഖത്തിന്റെ പ്രതിബിംബം ആലീസിന് കാണാൻ കഴിഞ്ഞു. എന്നാൽ അവനെ കണ്ടാൽ തന്നെ അറിയാം വളരെയധികം ദേഷ്യമുള്ള ഒരു ക്രൂരനായിട്ടുള്ള വെയർവോൾഫ് തന്നെയാണത്. അവന്റെ അടുത്തേക്കാണ് ഇനി ആലീസിന് പോകേണ്ടത്, അതായത് മഹാറാണിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട്. ഇതിനുശേഷം കാണിക്കുന്നത് മഹാറാണിയാണ്. അവരിപ്പോ കൊട്ടാരത്തിലേക്ക് പോയിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഈ രാജ്യത്തിന്റെ രാജാവ്, അതായത് ഗ്രേറ്റ് ലോർഡ് ഉള്ളത്. എന്നാൽ നമ്മൾ വിചാരിച്ചതുപോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല ഇയാൾ. നല്ല പ്രായമായിട്ടുണ്ട്, രോഗം കാരണം കട്ടിൽ തന്നെ കിടക്കുകയാണ്. അവിടെ തന്നെയാണ് 1, 2 ഒക്കെ. സോ വളരെയധികം പുച്ഛത്തോട് കൂടിയിട്ടാണ് മഹാരാജാവിനെ റാണി നോക്കുന്നത്. അതായത് ഒരു കഴിവില്ലാത്ത വൃത്തികെട്ടൊരു ജന്മം, നിങ്ങൾക്ക് വേഗം ഒന്ന് ചത്തുപോയിക്കൂടെ എന്നൊക്കെയാണ് മഹാറാണി പറയുന്നത്. ഇപ്പൊ ആ ഒരു കട്ടില് അദ്ദേഹത്തിന്റെ 1, 2 എല്ലാം പോയല്ലോ. അപ്പൊ തോഴിമാരെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്, ആ കട്ടിലൊക്കെ ആകെ വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്, അത് വേഗം പോയിട്ട് വൃത്തിയാക്കുന്നു പറയാണ്. ഈ നേരത്ത് മനസ്സിൽ രാജാവിനോടുള്ള ആ ഒരു വെറുപ്പ് വെച്ച് മഹാറാണി അങ്ങനെ പെറുപുറത്തോണ്ടേയിരിക്കുകയാണ്. അവര് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ ലോകത്തിലെ എല്ലാ പുരുഷന്മാരും ഇങ്ങനെ തന്നെയാണ്, ഒന്നിനും കൊള്ളാത്തവന്മാര്. എന്നാൽ ഒരുത്തൻ മാത്രം അങ്ങനെയല്ല കേട്ടോ. അവനെ വളരെ രഹസ്യമായിട്ട് ഈ മഹാറാണി പ്രണയിക്കുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് മഹാറാണിയുടെ പള്ളി അറയിൽ വന്ന് പോവാറുണ്ട്. അത് മറ്റാരുമല്ല, പണം കൊടുത്താൽ എന്തും ചെയ്യുന്ന കൂലിയുണ്ടല്ലോ മോർവാൻ, അവൻ തന്നെയാണ് ആ കള്ളക്കാമുകൻ. ഇപ്പൊ തന്നെ മഹാറാണിയുടെ അടുത്തേക്ക് വന്നുപോയ മോർവാനെ പിടിക്കാനായിട്ട് പട്ടാളക്കാർ നോക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് അതിന് കഴിയുന്നില്ല. കാരണം ഈ മോർവാൻ മഹാബലവാനാണ്. കാവൽക്കാരെല്ലാം അടിച്ചൊരു പരുവാക്കിയിട്ട് അവൻ നേരെ പോകുന്നത് ബാറിലേക്കാണ്. എന്നിട്ട് കുറെ ചീട്ടെല്ലാം അവിടെ വെച്ച് ചോദാട്ടത്തിനായിട്ട് അവൻ കാത്തിരിക്കുകയാണ്, ആരെങ്കിലും നല്ലൊരു കളിക്കാരൻ വന്ന അയാളുടെ കൂടെ കളിക്കാനായിട്ട്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഗ്രേ ആലീസ് വരുന്നത്. അവള് വന്നപാട് തന്നെ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ലോസ്റ്റ് ലാൻഡിന്റെ ഭാഗത്തേക്ക് പല തവണയായിട്ട് പോക്കില്ലേ, പറ്റുവാണെങ്കിൽ എന്നെ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാനാ. എന്നാൽ ഇത് കേട്ടപാടിനെ മോർവാൻ പറയുന്നത്, എന്തായാലും എനിക്കിപ്പോ പറ്റില്ല, എനിക്കിപ്പോ നന്നായിട്ട് കളിക്കാനുള്ളൊരു മൂഡിലാണ്. എന്നാൽ ചീട്ട് കളിക്കാൻ ഞാൻ കൂടെ കൂടാന്ന് പറഞ്ഞിട്ട് അവളും കളി ആരംഭിക്കുകയാണ്. കയ്യിലുള്ള എല്ലാ ആഭരണങ്ങളും അവൾ അതിനുവേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മോർവാനും വെക്കുകയാണ്. പക്ഷേ മോർവാൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അവനേക്കാൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഷീട്ട് അവൾ കളിക്കുന്നുണ്ട്. അതിൽ അവൾ വിജയിക്കുകയും ചെയ്യാണ്. കാരണം അതൊരു മന്ത്രവാദിയാണ്, അവളെ കൊണ്ട് എന്തും കാണിക്കാൻ കഴിയും. മത്സരത്തിൽ തോറ്റു, കയ്യിലുണ്ടായത് മുഴുവൻ ഇപ്പോ മോർവാന് നഷ്ടമായി. എന്നാൽ അവനോട് ഇപ്പൊ ഗ്രേ ആലീസ് പറയുന്നത്, നിന്റെ സമ്പത്തും അതുപോലെ തന്നെ എന്റെ കയ്യിലുള്ളത് മുഴുവനും പിന്നെ വേറെയും നിനക്ക് ഒരുപാട് കിട്ടും. പക്ഷെ എനിക്ക് വേണ്ടി നീ ഒരു ജോലി ചെയ്യണം. ലോസ്റ്റ് ലാൻഡ് എനിക്ക് അങ്ങോട്ടേക്ക് പോകണം, പക്ഷെ ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, നിന്റെ സഹായം കൂടെ വേണമെന്ന് പറയണം. ഇനിയിപ്പോ പോകുന്ന വഴിയിൽ എന്നെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ വേണമെങ്കിൽ ഒഴിവാക്കിക്കോ. എന്തായാലും കാര്യങ്ങൾ സംസാരിച്ച് രണ്ടുപേരും ഒരു ഡീലിലേക്ക് എത്തുകയാണ്. ഇതേ നേരം തന്നെ അവിടെ ഒളിച്ചിരുന്ന ഒരു സ്നൈപ്പർ ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും തൽക്കാലം രക്ഷപ്പെടുകയാണ്. എന്നാൽ ആ വെടിവെച്ച ആൾക്കെതിരെ ഇപ്പൊ മോർവാൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോക്കുണ്ടല്ലോ, ആ തോക്കിലുണ്ടായിരുന്ന 2 പാമ്പുകളെ എറിയാണ്. അപ്പത്തിന് ആ പാമ്പുകൾ ചെന്ന് ഈ സ്നൈപ്പറെ കടിച്ച് അയാളെ കൊന്നുകളയാണ്. അതുപോലെ ബാക്കിയുള്ള പട്ടാളക്കാരുടെ ദേഹത്തേക്കും ഈ പാമ്പുകൾ ചാടി വീഴുന്നുണ്ട്. ഇപ്പൊ വന്നിരിക്കുന്ന ഈ സൈന്യം എന്ന് പറയുന്നത് ചർച്ചിന്റെ കീഴിലുള്ള സൈന്യമാണ്. ചർച്ചിന്റെ കീഴിലും ഒരു സൈന്യമുണ്ട്, രാജാവിന്റെ കീഴിലും ഒരു സൈന്യമുണ്ട്. ചർച്ചിന്റെ കീഴിലുള്ള സൈന്യത്തിന്റെ ലീഡറാണ് റാനത്ത്, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പൊ അവളുടെ നേരെയും ആ ഒരു പാമ്പ് വരുന്നുണ്ട്. എന്നാൽ പാമ്പുകളെ വളരെ നിസാരമായിട്ട് തന്നെ കത്തിക്കൊണ്ട് വെട്ടി മുറിച്ചിടുകയാണ് റാനത്ത്. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഗ്രേ ആലീസും അതുപോലെ തന്നെ മോർവാനും ഇവിടുന്ന് രക്ഷപ്പെട്ട് നേരെ ലോസ്റ്റ് ലാൻഡിലേക്ക് പോവാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഇവിടെ ഒരു ചർച്ച് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, ആ ചർച്ചിന്റെ അധികാരിയായിട്ടുള്ള ഫാദറിനെയാണ്. ഇയാളുടെ പേര് തന്നെ കുറച്ച് വ്യത്യസ്തമാണ്, പേട്രിയാർക്ക് ജൊഹാൻ. തൽക്കാലം നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് ഫാദർ ജൊഹാൻ എന്ന് വിളിക്കാം. ഇവിടെയുള്ള അടിമകളെ വിശ്വാസത്തിന്റെയും മതത്തിന്റെയും പേരിൽ അടക്കി വാഴുന്നത് ഈ ഒരു ഫാദറാണ്. ഭീകരമായ ശക്തികൾ ഈ ഭൂമിയിലേക്ക് വരാതിരിക്കാനുള്ള കാരണം ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ വിശ്വസിപ്പിക്കുന്നത്. മാത്രമല്ല അവരുടെ എല്ലാവരുടെയും കയ്യിലേക്ക് ഒരു പോസ്റ്റർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അതിൽ പറയുന്നത് ഗ്രേ ആലീസ് എന്ന മന്ത്രവാദി പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല പാരിതോഷികമുണ്ട് എന്നൊക്കെയാണ്. പിന്നീട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് ഫാദർ നേരെ പോകുന്നത് റാനത്തിന്റെ അടുത്തേക്കാണ്. റാനത്തിനോട് പറയാണ്, അവസരം കിട്ടിയിട്ടും അവൾ നിന്നെ കൊന്നില്ല, ആ കഴുമരത്തിൽ അവൾ
അവൾ നിന്നെ വെറുതെ തൂക്കിയിട്ടതാണ്. അതെന്തിനാണെന്നറിയോ? നിന്നെയും ഞങ്ങളെയും അപമാനപ്പെടുത്താനായിട്ട്. അതുകൊണ്ട് ഇതെനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അവളെ കണ്ടുപിടിക്കണം, വീണ്ടും ഇവിടെ കൊണ്ടുവരണം, കൊന്നുകളയണം. അതിനെന്തെങ്കിലും വഴി നീ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് റാനത്തിനോട് ചോദിക്കുമ്പോൾ ഓൾറെഡി അതിനുള്ള വഴി അവൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഗ്രേ ആലിസ് എടുത്തു വളർത്തിയ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് ഇപ്പൊ മുത്തശ്ശിയായിട്ടുണ്ട്, ആ മുത്തശ്ശിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. വളരെ ക്രൂരമായിട്ട് അവരുടെ കൈയും കാലൊക്കെ ചവിട്ടി അരച്ചു കളയാണ്. എന്നിട്ടാണ് ചോദിക്കുന്നത് ആലീസ് എവിടെ പോയെന്ന്. വേദന സഹിക്കാൻ കഴിയാതെ ആ സ്ത്രീ അത് പറയാണ്, ലോസ്റ്റ് ലാൻഡ്, അങ്ങോട്ടേക്ക് അവൾ പോയിട്ടുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് ആലീസിനെയും അതുപോലെ മൊർവാനിയാണ്. രണ്ടുപേരും ആ യാത്രക്കിടയിൽ കുറച്ചു നേരം വിശ്രമിക്കാനായിട്ട് ഒരു സ്ഥലത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈറ്റിന്റെ ഇടയിൽ തന്റെ ഗണ്ണെടുത്ത് ഒരാളെ അടിച്ച സമയത്ത് ആ ഗണ്ണിനൊരു ഇച്ചിരി ഡാമേജ് വന്നിട്ടുണ്ട്. ആ ഗണ്ണ് നന്നാക്കി കൊടുക്കുന്നത് ആലീസ് ആണ്. നന്നാക്കി കഴിഞ്ഞ് അതിപ്പോ മൊർവാന് കൊടുത്തിട്ട് പറയാണ്, ഈ ഗണ്ണ് എന്ന് പറഞ്ഞാൽ അത് വെടിവെക്കാനുള്ളതാണ്, അല്ലാതെ വടിയെടുത്ത് അടിക്കുന്നത് പോലെ അടിക്കാനുള്ളതല്ല. അങ്ങനെ രാത്രി രണ്ടുപേരും ഉറങ്ങാണ്. എന്നാൽ ആലീസ് നല്ല ഉറക്കത്തിലായ സമയത്ത് മൊർവാൻ ഒരു കത്തിയെടുത്ത് അവൾക്ക് നേരെ കുത്താൻ വരികയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ അതിനെ തടുക്കുകയാണ്. പക്ഷേ അവൾ വിചാരിച്ചതുപോലെ ആലീസിനെ കൊല്ലാനായിരുന്നില്ല മൊർവാൻ വന്നത്. അവളുടെ തൊട്ടരികിലൂടെ ഒരു തേള് പോകുന്നുണ്ടായിരുന്നു. അതിനെ കൊല്ലാനാണ് ആ കത്തിയെടുത്ത് അവൻ വന്നത്. എന്തായാലും ഇപ്പൊ ആ ഒരു വിഷത്തുകളിനെ അവൻ കൊന്നുകളയാണ്. രാവിലെ ആയതിനു ശേഷം അവർ വീണ്ടും ലോസ്റ്റ് ലാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അധിക ദിവസമൊന്നും ഇല്ല കേട്ടോ, പൂർണ്ണ പൗർണമിയാകാൻ 5 ദിവസമേ ഉള്ളൂ. അതിനു മുന്നേ വെയർവൂൾഫിനെ കണ്ടുപിടിക്കണം, അവന്റെ ശക്തി എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അത് മഹാറാണിക്ക് കൊടുക്കണം. എന്തായാലും ഇവരുടെ യാത്ര തുടരുകയാണ്. ഇപ്പൊ ഇവർ എത്തിയിരിക്കുന്നത് ട്രേഡിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അവിടെ എത്തിയ സമയത്ത് പെട്ടെന്ന് ഒരു ഗണ്ണുമായിട്ട് ഒരു ലേഡി പുറത്തേക്ക് വരുന്നുണ്ട്. ആ ലേഡി മറ്റാരുമല്ല, മോർവാന്റെ ഗേൾഫ്രണ്ടിൽ ഒരാളാണ്. ഓരോ നാട്ടിലും ഓരോ ഗേൾഫ്രണ്ട് ആണ്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ കാവലായിട്ട് ഒരു ഒറ്റക്കണ്ണനുണ്ട് കേട്ടോ. അപ്പൊ അവര് രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് അവരോട് ചോദിക്കുകയാണ്, സ്കൾ റിവർ, അതായത് തലയോട്ടിയുടെ തടാകം, അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇനി എത്ര ദൂരമുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇന്ന് തന്നെ പോകണ്ട, നാളെ പോയാൽ മതി എന്ന് ഇപ്പോൾ മാര മോർവാനോട് പറയണം. കാരണം ഇന്ന് രാത്രി എനിക്ക് നിന്റെ കമ്പനി വേണമെന്ന് പറയണം. എന്താണെന്ന് മനസ്സിലായല്ലോ. ആ രാത്രി ഇവർ രണ്ടുപേരും ഒരുമിച്ച് കഴിയാണ്. പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് തന്നെ ഇന്നലെ പറഞ്ഞതുപോലെ തലയോട്ടി തടാകം അത് തേടിക്കൊണ്ട് ഇവർ പോവാണ്. ഇതേ സമയത്ത് തന്നെ ചർച്ചിൽ കാണിക്കുകയാണ്. അതായത് മന്ത്രവാദി എടുത്തു വളർത്തിയ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ മുത്തശ്ശി, അവരെ കൂടുതലായിട്ട് പിന്നെയും ടോർച്ചർ ചെയ്ത സമയത്ത് വേറെയും 2-3 രഹസ്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അതായത് ലോസ്റ്റ് ലാൻഡിലേക്ക് മാത്രമല്ല ഗ്രേ ആലീസ് പോകുന്നത്, അവളുടെ വ്യക്തമായ ലക്ഷ്യം അത് ആ ഒരു തലയോട്ടി തടാകമാണ്. അതുപോലെ തന്നെ എന്തോ ചില സഹായം ചോദിച്ചുകൊണ്ട് ഗ്രേ ആലീസിന്റെ അടുത്തേക്ക് മഹാറാണി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ആർക്ക് മനസ്സിലായി? ഫാദറിന് മനസ്സിലാവുകയാണ്. പിന്നീട് ഫാദർ ജോഹാൻ പറഞ്ഞ് ഇവിടുന്ന് വലിയൊരു സൈന്യം തന്നെ പുറപ്പെടുകയാണ്. വലിയൊരു ട്രെയിനിലാണ് അവർ പോകുന്നത്. വിശ്വാസികളായിട്ടുള്ള ഒരുപാട് പോരാളികളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ടീമിനെ നയിക്കുന്നത് റാനത്താണ്. ഈ സമയത്ത് ചർച്ചിലേക്ക് മഹാറാണി വരികയാണ്. അതായത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മഹാറാണിക്ക് അറിയുന്നില്ല. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടുത്തെ പോരാളികളെ എന്തിനാണ് നിങ്ങൾ ട്രെയിനിൽ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് അയച്ചത്? എന്താണ് ഇതിന്റെ കാരണം? ഈ സമയത്ത് ഫാദർ പറയാണ്, ആ മന്ത്രവാദി ഉണ്ടല്ലോ ഗ്രേ ആലീസ്, അവളെ എനിക്ക് പിടികൂടണം. എന്നാൽ മഹാറാണി പറയാണ്, നിങ്ങൾ എന്തീ ചെയ്യുന്നത്? അപ്പോ ഈ നഗരത്തിന് കാവലായിട്ട് ആൾക്കാരും വേണ്ടേ? ഈ നേരം ഫാദർ പറയാണ്, എന്തായാലും അവളെ എനിക്ക് പിടിച്ചേ മതിയാവുള്ളൂ. മന്ത്രവാദിയെയും പിടിക്കും, മന്ത്രവാദിയുടെ അടുത്തേക്ക് സഹായം ചെന്ന് ചോദിച്ചവരെയും പിടിക്കും. ഇത് കേട്ടപ്പോൾ തന്നെ മഹാറാണിക്ക് മനസ്സിലായി അവർക്കിട്ട് കൊള്ളിച്ചാണ് സംസാരിക്കുന്നതെന്ന്. അപ്പൊ മഹാറാണി പറയാണ്, ഇനി എന്തൊക്കെയായാലും നിങ്ങളൊരു കാര്യം ആദ്യം ആലോചിക്കണം, അത് നിങ്ങളുടെ ചിന്തയിൽ വരണം. ഞാൻ ഈ രാജ്യത്തിന്റെ മഹാറാണിയാണ്, ആ ബഹുമാനം എന്നോട് എപ്പോഴും കാണിക്കണം. എന്നാൽ അവർക്ക് വായടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി തന്നെ അപ്പൊ ഫാദർ കൊടുക്കുന്നുണ്ട്. അല്ല, ഇവിടെയുള്ള ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഒരു യുവരാജാവിന് ജന്മം നൽകാനുള്ള ശേഷി നിങ്ങൾക്കില്ലാന്ന്. അതായത് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ശേഷി മഹാറാണിക്കില്ല. കുറെ കാലമായി ഇതുവരെയായിട്ട് ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. എന്തായാലും അവിടുന്ന് വളരെ അപമാനിതയായിട്ട് അവരവിടുന്ന് തിരിച്ചു പോകണം. ഇതേ സമയത്ത് തന്നെ ഫാദർ ഇപ്പോൾ നേരെ റാനത്തിന് വിളിച്ച് കാര്യങ്ങൾ പറയണം. അതായത് എന്ത് വില കൊടുത്തും അവളെ ഇങ്ങോട്ടേക്ക് ജീവനോടെ കൊണ്ടുവരണം. എന്തിനാണെന്നോ, മഹാറാണി അവളുടെ അടുത്തേക്ക് പോയി സഹായം ചോദിച്ചു എന്ന തെളിവ് എനിക്ക് വേണം. ഒരു മഹാറാണി മന്ത്രവാദിയോട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അവളെ താഴേക്ക് ഇറക്കാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും അവളെ ജീവനോടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് റാനത്തിനോട് പറയണം. ഇതേ സമയത്ത് തന്നെ റാനത്തും അവളുടെ സൈന്യം കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് മൊർവാന്റെ ഗേൾഫ്രണ്ടും അതുപോലെ ആ ഒരു ഒറ്റക്കണ്ണനുണ്ടല്ലോ, അയാളും താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക്. അവിടെ വന്ന് അവരെ രണ്ടുപേരെയും വളരെ എന്താ പറയാ ബ്രൂട്ടലായിട്ട് തന്നെ പീഡിപ്പിക്കുകയാണ്. ഉപദ്രവിച്ച് അവസാനം അവരുടെ വായിൽ നിന്നും എങ്ങോട്ടേക്കാണ് മോർവാനും ഗ്രേ ആലീസും പോയതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഏത് വഴിയിലൂടെയാണ് പോയതെന്ന്. അവർക്ക് ആവശ്യമുള്ള കാര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെ കൊന്ന് ആ സ്ഥലം മുഴുവനായിട്ട് തീയിട്ടുകൊണ്ടാണ് ഈ റാനത്ത് അവിടുന്ന് പോകുന്നത്. അതായത് യാതൊരു മനസാക്ഷിയും ദയയില്ലാത്തവളാണ്. ഇതിനുശേഷം ഇപ്പൊ ഗ്രേ ആലീസിനെയും അതുപോലെ മോർവാനെയും കാണിക്കുകയാണ്. ഇവർ രണ്ടുപേരും കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് ഇപ്പൊ മറ്റൊരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ പേരാണ് റിഫ്റ്റ്. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 2 ഭാഗത്തായിട്ട് വലിയ 2 ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് നിൽക്കുന്നത് 2 മലകളുടെ മുകളിലായിട്ടാണ്. അതുകൊണ്ട് ഈ മലകൾക്കിടയിൽ വലിയ കുഴിയാണ്. എളുപ്പത്തിൽ ഇതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. അതിനൊരു വഴിയുണ്ട്. ഒരു ബിൽഡിംഗിൽ നിന്നും മറ്റൊരു ബിൽഡിംഗിലേക്ക് 2 വലിയ കമ്പിയുണ്ട്. ആ കമ്പിയിലൂടെ പോകാൻ പാകത്തിന് ഒരു ബസ് ഉണ്ട്. ഇവിടെ വരുന്നവരെ അപ്പുറത്തേക്ക് എത്തിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ. അത് മറ്റാരുമല്ല, മോർവന്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ്. എന്നാൽ അവൻ ഇപ്പൊ ഇവിടെ കാണാനില്ല. നോക്കിയ സമയത്ത് അവൻ അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ആള് മരിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് മോർവാൻ ആദ്യം മനസ്സിലായില്ല. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് റാനത്തും അവളുടെ ആൾക്കാരും വരുന്നത്. എല്ലാവരും കണ്ണാടി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവരുടെ കണ്ണിലേക്ക് നോക്കി ഗ്രേ ആലീസ്
ആലീസ് അവരെ വശപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേ നേരം തന്നെ മോർവാനെ വിളിച്ച് റാനത്ത് പറയണം, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരണം. ഇതും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണിൽ കെട്ടിയിട്ട അവന്റെ ഗേൾഫ്രണ്ട് മാരയെ തലക്ക് വെടിവെച്ച് ഇപ്പൊ റാനത്ത് കൊന്നുകളയാണ്. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഒരു ഭ്രാന്തനെ പോലെ മോർവാൻ അവിടെയുള്ള എല്ലാത്തിനെയും കൊന്ന് കൊലവിളിക്കുകയാണ്. അതുപോലെ ആലീസും അവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പോരാടുന്നുണ്ട് കേട്ടോ. എന്നാൽ അവർ എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നു. ഒരു ട്രെയിനിലാണ് പട ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. സോ എണ്ണത്തിൽ കൂടുതൽ ആൾക്കാർ വന്നപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇപ്പൊ മോർവാൻ റാനത്തിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് വിശ്വാസികളായിട്ടുള്ള പോരാളികളാണല്ലോ, അവർക്ക് ഭയങ്കര ആത്മാർത്ഥത കൂടുതലായിരിക്കും. അതുകൊണ്ട് റാനത്തിന് നേരെ വരുന്ന ഓരോ ബുള്ളറ്റും അവർ സ്വയം ഏറ്റുവാങ്ങുകയാണ്. അവളെ കൊല്ലാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞ ആ ഒരു വാശിയിൽ മോർവാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പോ ആലീസ് പറയാണ്, നമുക്ക് നേരില്ല, വന്ന് നമുക്ക് പോവാം, അവരെണ്ണത്തിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവർ ആ ഒരു ബസ്സിലേക്ക് ചാടി കയറുകയാണ്. പിന്നീട് ആ ബസ്സിന്റെ കൺട്രോൾ പോകാനായിട്ട് അവിടെ ഒരു ലിവർ ഉണ്ടായിരുന്നു. ആ ലിവറിലേക്ക് തന്നെ ഇവർ ഷൂട്ട് ചെയ്യാണ്. സോ ആ കമ്പിയിലൂടെ ബസ് ഉരുണ്ട് മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. ഇതേ നേരം തന്നെ റാനത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ അതിലേക്ക് ചാടി വീഴുന്നുണ്ട്. വളരെ സാഹസികമായിട്ട് ബസ്സിന്റെ മുകളിലേക്ക് വരെ കയറിയിട്ട് ഗ്രേ ആലീസ് ഓരോന്നിനെയും ഇപ്പൊ വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മോർവാനും. ശരിക്കും മോർവാൻ ഒരു ആയുധമൊന്നും വേണ്ട, അവന്റെ കൈകൾ തന്നെ ഭയങ്കര ബലിഷ്ഠാണ്. ഇത് വെച്ച് എല്ലാത്തിനും ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് ആ ബസ് പോയിക്കൊണ്ടിരിക്കുന്ന 2 കമ്പികളിൽ ഒരെണ്ണം കട്ട് ചെയ്യാനായിട്ട് റാനത്ത് പറയുന്നത്. ഒന്ന് പൊട്ടിയപ്പോൾ തന്നെ ബസ് ഇങ്ങനെ ആടി ഒലയാണ്. രണ്ടാമതും ഇപ്പൊ പൊട്ടിക്കുകയാണ്. രണ്ടും കൂടെ പൊട്ടിയപ്പോൾ ബസ് നേരെ ചെന്ന് ആ ഒരു മലയുടെ ചെരിയിൽ പോയിട്ട് അടിച്ചു നിൽക്കുകയാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ ആലീസും മോർവാനും ആ ഒരു ബസ്സിന്റെ പുറത്തേക്ക് വന്ന് ആ മലയുടെ ചെരുവിലെ കല്ലുകളിലൊക്കെ അള്ളിപ്പിടിച്ച് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം ആ ഒരു മല കയറി കഴിഞ്ഞത് ആലീസ് ആണ്. രണ്ടാമതാണ് മോർവാൻ കയറി വരുന്നത്. ഇതേ നേരം തന്നെ റാനത്ത് ഒരു സ്നൈപ്പർ എടുത്തുകൊണ്ട് ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. ബുള്ളറ്റ് വന്നിട്ട് ഇപ്പൊ മോർവാന്റെ പിന്നിൽ കയറുന്നുണ്ട് കേട്ടോ. എന്നാൽ അതേ സമയത്ത് തന്നെ ഉന്നം നോക്കാനായിട്ട് റാനത്ത് കണ്ണാടി ഓരിയതുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് ഗ്രേ ആലീസിനെ നോക്കാൻ കഴിഞ്ഞു. അതിലൂടെ അവൾ കൺകെട്ടി വിദ്യ കാണിക്കുകയാണ്. സോ ഇപ്പൊ പെട്ടെന്ന് തന്നെ റാനത്തിന് അവിടെ എന്താണെന്ന് കാണാൻ പറ്റിയില്ല. അവളുടെ ശ്രദ്ധ മാറുകയാണ്. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും ഇവിടുന്ന് ഇപ്പൊ രക്ഷപ്പെട്ടു പോവാണ്. ആ 2 കമ്പിയും പൊട്ടി, അതുപോലെ തന്നെ ബസ്സും ഇല്ല. അതുകൊണ്ട് റാനത്തിനും സൈന്യത്തിനും ഇനി നേരായ വഴിയിൽ പോകാൻ കഴിയില്ല. കുറച്ച് വളഞ്ഞ് കുറച്ചധിക ദൂരം ട്രാവൽ ചെയ്തിട്ട് ഇവരുടെ അടുത്തേക്ക് ഇനി എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മോർവാനും ആലീസിനും ഒരു അല്പ സമയമുണ്ട്. പിന്നീട് ആലീസും അതുപോലെ തന്നെ മോർവാനും അന്നേ ദിവസം രാത്രി തങ്ങാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രമല്ല മോർവാൻ നല്ല ക്ഷീണിതനാണ്. അവന്റെ പുറത്തൊരു ബുള്ളറ്റ് കയറിയിട്ടുണ്ടല്ലോ. ഒരു മരകഷ്ണം കടിച്ച് പിടിച്ച് വിരല് മുറിയുടെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റി അവൻ ആ ഒരു ബുള്ളറ്റ് വലിച്ചെടുക്കുകയാണ്. പക്ഷേ ഇത് തുന്നിക്കൂട്ടിയാലല്ലേ ഉണങ്ങുള്ളൂ. അതുകൊണ്ട് ആ മുറിവൊന്ന് തുന്നിക്കൂട്ടാൻ വേണ്ടിയിട്ട് ആലീസിനോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. അവൾ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ച് അവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചില ഒരു ഇഷ്ടങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതേ നേരം കൊട്ടാരത്തിലെ മഹാറാണിയെ കാണിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് ഒരു വൈദ്യര് വന്ന് ചില ടെസ്റ്റുകൾ നടത്തി അവിടെ നിന്ന് പോവുകയാണ്. അതായത് മഹാറാണി ഇപ്പൊ പ്രഗ്നന്റ് ആണ്. ഭയങ്കര സന്തോഷത്തില് മഹാറാണി ആദ്യം ചെല്ലുന്നത് മഹാരാജാവിന്റെ അടുത്തേക്കാ. സന്തോഷം പറയാനൊന്നുമല്ല, ഇപ്പൊ രാജാവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, നിങ്ങൾക്കറിയോ ഞാൻ ഗർഭിണിയാണ്, പക്ഷേ അതിന് ഉത്തരവാദി നിങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് അതിനുള്ള കഴിവുമില്ല, ഇനി നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തലയാണി എടുത്ത് ആ പാവത്തിനെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയാണ്. പിന്നീട് വേഗം തന്നെ മണിയടിച്ച് ഈ വിവരം എല്ലാവരും അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആലീസും മോർവാനും കൂടെ ഇപ്പൊ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ സ്ഥലത്തിന്റെ പേരാണ് ഷാഡോസ് ബെയിൻ. അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഈ രാത്രിയിൽ ഇവിടം വിട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ തങ്ങാൻ അവർ തീരുമാനിക്കുകയാണ്. അതായത് പഴയ ഏതോ ഒരു ന്യൂക്ലിയർ റിയാക്ടറാണിത്. ആണവ നിലയങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഒരുപാട് കുഴലുകൾ അവിടെയുണ്ട്. അവിടെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ആലീസ് ആ ഒരു കാര്യം മോർവാനോട് പറയുന്നുണ്ട്. അതായത് രാത്രി ആയി കഴിഞ്ഞാൽ നമ്മുടെ രക്ഷയ്ക്ക് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. അതായത് അവിടെയുള്ള എണ്ണ മുഴുവൻ ഒരു പ്രത്യേക ഏരിയ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും പരത്തിയിട്ട് അവിടെ തീയിടാനുള്ള കാര്യങ്ങളൊക്കെ ഇവർ റെഡിയാക്കുകയാണ്. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും. അവന്മാർക്ക് തീ പേടിയാണ്. സോ അവരിൽ നിന്നും പ്രതിരോധിക്കാനാണ് ഇതുപോലെ എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ അധികം വൈകാതെ രാത്രിയായി. ആ വലിയ ടവറിന്റെ ഉള്ളിലാണ് ഇപ്പൊ അവരുള്ളത്. ഇതേ സമയത്ത് തന്നെ ഇവർ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് വെളിച്ചം ചുറ്റും നിന്നും അങ്ങ് മുകളിൽ വരെയുണ്ട്. അതെല്ലാം ആ ജീവികളുടെ കണ്ണുകളായിരുന്നു കേട്ടോ. കണ്ടാൽ മനുഷ്യരൂപമാണെങ്കിൽ തോന്നിക്കെങ്കിലും അത് മനുഷ്യരല്ല. ഇതെല്ലാം താഴേക്ക് വന്ന് ഇവർക്ക് നേരെ വരികയാണ്. അപ്പോഴേക്കും അവരവിടെ ഉണ്ടായിരുന്ന എണ്ണയിൽ തീ കൊടുക്കുകയാണ്. തീ വന്നപ്പോൾ അതും താണ്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരാൻ ഇവറ്റകൾക്ക് കഴിയുന്നില്ല. എന്നിരുന്നാലും തീയുടെ മേലെ കൂടെ ചില അലമാരകൾ, അവിടെയുള്ള വസ്തുക്കൾ ഇതെല്ലാം മറിച്ചിട്ട് അതിന് മുകളിലൂടെ 2 ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതിനെല്ലാത്തിനെയും ആലീസും അതുപോലെ മോർവാനും കൂടെ പ്രതിരോധിക്കുകയാണ്. ഇതിങ്ങനെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ നിന്നും ഈ ജീവികളുടെ ലീഡർ താഴേക്ക് നോക്കുകയാണ്. അത് മുകളിൽ നിന്നും അത്രയും ഹൈറ്റിൽ നിന്നും താഴേക്ക് എടുത്തൊരു ചാട്ടാണ്. നേരെ വന്നു നിൽക്കുന്നത് തീയില്ലാതെ ആ റൗണ്ടിന്റെ ഒത്ത നടുവിലാണ്. എന്നാൽ ഈ ജീവികളുടെ നേതാവ് ഇയാളിപ്പോ നമ്മുടെ ആലീസിനെ കണ്ടപാട് തന്നെ ഇത് നീയാണോ? ഓഹോ, നീ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നതല്ലേ ഞങ്ങൾക്കിട്ട് പണിയാനായിട്ട്. എന്നാൽ അതേ സമയം തന്നെ ആലീസ് ആ ജീവികളുടെ കണ്ണുകളിലേക്ക് നോക്കി അതിനെ വശീകരിക്കുകയാണ്. അതായത് അതിനിപ്പോ അനങ്ങാൻ പോലും കഴിയുന്നില്ല. പിന്നീട് അവളുടെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ആ ഫ്രീസിൽ നിന്നും ഇയാൾ ഉണരുകയാണ്. പിന്നീട് ആലീസ് അവളുടെ ആ ഒരു മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആ തീനെ മുഴുവനായിട്ടും ഒരു സ്ഥലത്തേക്ക് എടുത്തു കൊണ്ടുവന്ന് ആ ലീഡറിന്റെ ദേഹത്തേക്ക് തീ പടർത്തുകയാണ്. തീയിൽപ്പെട്ട് ഈ ജീവികളുടെ ലീഡർ മരിച്ചതോട് കൂടിയിട്ട് ബാക്കിയെല്ലാം പതിയെ ക്ഷയിച്ചു തുടങ്ങുകയാണ്. പിന്നെ എങ്ങനെയൊക്കെയോ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടിരിക്കാൻ വേണ്ടി ഒരു
സ്ഥലം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് മോർവാൻ ചോദിക്കുകയാണ് അത് ആരാണ്, അവറ്റകൾക്ക് നിന്നെ അറിയോ? അപ്പൊ ആലീസ് പറയണ ശരിക്കും ഒരു കാലത്ത് അവരും മനുഷ്യരായിരുന്നു, എന്റെ അടുത്ത് ഒരു ആഗ്രഹം ചോദിച്ചുകൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വിചാരിച്ചതുപോലെ ആ വരം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ തന്നെ ചില ശാപങ്ങളും ഉണ്ടാവും. അതാണ് അവരെങ്ങനെ ആക്കി കളഞ്ഞത്. ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ ചർച്ചിന്റെ ഭാഗത്ത് കാണിക്കുകയാണ്. അവിടെ മതഗുരു ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് അടിമകളും വിശ്വാസികളും എല്ലാവരും വന്നിരിക്കുകയാണ്. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഫാദർ ജൊഹാൻ പറയാണ് ഞങ്ങൾക്കൊരു രാജകുമാരൻ ജനിക്കാൻ പോവുകയാണ്. എന്നാൽ ഇത് കേട്ട് എല്ലാവരും സന്തോഷിക്കേണ്ടേ? അടിമകൾ ആരും ചിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഒരു സന്തോഷമില്ല. ഇപ്പൊ പടനായകനായിട്ടുള്ള ജെറൈസ് എല്ലാവരെയും പേടിപ്പിച്ച് ജനിക്കാനിരിക്കുന്ന ആ ഒരു കുമാരന് വേണ്ടി ആർപ്പ് വിളിക്കാൻ വേണ്ടി പറയാണ്. അതായത് പേടിപ്പിച്ച് പറയിപ്പിക്കുകയാണ്. പിന്നീട് ഫാദർ ജൊഹാൻ മഹാറാണിയുടെ മുന്നിലേക്ക് വന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് അവരോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. അതായത് ആ കുഞ്ഞിനും മഹാറാണിക്കും വേണ്ടി ആശംസകൾ കൊടുക്കുകയാണ്. ആ കുഞ്ഞ് ജനിക്കുന്നത് വരെ നിങ്ങൾ വളരെ സുരക്ഷിതയായിട്ട് ഇരിക്കണമെന്ന് വരെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ മഹാറാണി പറയാണ് എന്റെ സംരക്ഷണത്തിനല്ലേ നിങ്ങൾ കാക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതേ നേരത്ത് തന്നെ ഫാദർ ജൊഹാൻ പറയുന്നത് തീർച്ചയായിട്ടും. അങ്ങനെ മഹാറാണി അവിടുന്ന് പോയി. ചർച്ചിൽ ഇപ്പൊ ആരുമില്ല. ഫാദർ ജൊഹാൻ ഈ സമയത്ത് ഇയാളുടെ സൈന്യത്തിനെ വിളിക്കുന്നുണ്ട്, അതായത് റെനത്തിന്റെ സൈന്യത്തിനെയും. എന്നിട്ട് അവരോട് പറയാണ് ആ മഹാറാണിയുടെ മുന്നിൽ നിന്ന് മുട്ടുകുത്തി സംസാരിച്ച അപമാനം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് ആ മന്ത്രവാദി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. അവളുടെ അടുത്തേക്ക് സഹായം ചോദിച്ചു പോയ ആ ഒരു മഹാറാണി, അവൾക്കെതിരെ എനിക്ക് തെളിവുണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് എനിക്ക് അവളെ ഇറക്കാൻ കഴിയും. അതുകൊണ്ട് ജീവനോട് വേഗം അവളെ കൊണ്ടുപോവാ. എനിക്ക് ഈ അപമാനം സഹിക്കാൻ പറ്റുന്നില്ല. ഇതേ നേരം തന്നെ ആലീസും മോർവാനും യാത്ര ചെയ്ത് ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ സ്ഥലത്തിന് പേര് ഫയർ ഫീൽഡ് എന്നാണ്. അതായത് മുഴുവനായിട്ട് ചാരമായി കിടക്കുന്ന ഒരു സ്ഥലം. ഇത് കടന്ന് കുറച്ചുകൂടി ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് തലയോട്ടി തടാകത്തിലേക്ക് എത്താൻ കഴിയും. പക്ഷെ അങ്ങോട്ടേക്ക് പോയി ആ ഒരു വെയർവോൾഫിനെ നേരിടുക എന്നൊക്കെ പറഞ്ഞാൽ അത്യധികം അപകടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് മോർവാൻ പറയുന്നുണ്ട് ആലീസെ അങ്ങോട്ടേക്ക് പോകണ്ട, നീ ഒരു എടുത്തുചാട്ടത്തിന് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ ഒരു മിഷൻ ഇത് ഉപേക്ഷിച്ചേക്കെന്ന് പറയണം. അപ്പൊ ആലീസ് പറയുന്നുണ്ട് നീ ഇത്ര വരെ വന്നാൽ മതി, ഇനി നീ എന്റെ കൂടെ വരണം എന്ന് എനിക്കില്ല, നിനക്ക് ആവശ്യമുള്ള പണവും ഞാൻ തരാമെന്ന് പറയാണ്. എന്നാൽ വീണ്ടും വീണ്ടും മോർവാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് പോകണ്ട, അത് അപകടം പിടിച്ച പരിപാടിയാണ്, പക്ഷേ നീ പോവുകയാണെങ്കിൽ എന്തായാലും നിന്റെ കൂടെ ഞാൻ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആലീസ് പറയണ എനിക്ക് ഒരിക്കലും ഒരാളോട് നോ എന്ന് പറയാൻ കഴിയില്ല, അതെന്റെ ശാപമാണ്. ഒരാൾ എന്റെ അരികിലേക്ക് ഒരു വരം ചോദിച്ചു വന്നാൽ ഞാൻ ആ വരം കൊടുത്തിരിക്കണം. ഈ സമയത്ത് കൊട്ടാരത്തിൽ കാണിക്കുകയാണ് മഹാറാണി ഇപ്പോൾ പടനായകനായിട്ടുള്ള ജെറൈസിനെ വിളിച്ചിട്ട് എന്നിട്ട് പറയാണ് അധികാരം കൈക്കലാക്കാൻ വേണ്ടി ആ ഫാദർ എന്ത് വേണമെങ്കിലും ചെയ്യും. അതായത് ഫാദറിന്റെ മനസ്സിൽ എന്താണെന്ന് മഹാറാണിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ജെറൈസ് പറയാണ് കൊട്ടാരത്തിലെ സൈന്യം അതുപോലെ തന്നെ അയാളുടെ സൈന്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സൈന്യം തന്നെയാണ് വലുത്. കാരണം അവരുടെ സൈന്യത്തിൽ നിന്ന് ഒരു ഭാഗം പുറത്തേക്ക് പോയല്ലോ ആ മന്ത്രവാദിയെ പിടിക്കാനായിട്ട്. അതുകൊണ്ട് മഹാറാണി പേടിക്കേണ്ട, എന്തായാലും അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയണം. ഇതിനുശേഷം മഹാറാണിയും ജെറൈസും തമ്മിൽ കൂടുതലായിട്ട് അടുക്കുകയാണ് കേട്ടോ. അത് എല്ലാ രീതിയിലും. കാരണം പടനായകൻ ഉണ്ടെങ്കിൽ മാത്രമേ അധികാരം നിലനിർത്താനായിട്ട് മഹാറാണിക്ക് കഴിയുള്ളൂ. ഇതേ സമയത്തിന് ആലീസും മോർവാനും പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പുകളെല്ലാം വല്ലാണ്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനർത്ഥം ആ ട്രെയിൻ, അതായത് റാനത്തിന്റെ പടയെ കൊണ്ടുവരുന്ന ആ ഒരു ട്രെയിൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അതും ഭയങ്കരമായ വേഗത്തിൽ. ഈ നേരം ആ ഒരു റെയിൽ പാളത്തിൽ തന്നെ ആലീസ് പോയി നിൽക്കുകയാണ്. ദൂരെ നിൽക്കുന്ന ആലീസിനെ റാനത്ത് കാണുന്നുണ്ട്. എന്നാൽ അവളെ വേഗം പിടിക്കാനുള്ള ആ ഒരു ധൃതി കാരണം കൽക്കരി കൂടുതലായി ഇട്ട് കത്തിച്ച് ട്രെയിനിന്റെ വേഗത വളരെയധികം കൂട്ടാനായിട്ട് അവൾ പറയുകയാണ്. അങ്ങനെ ഭയങ്കര സ്പീഡിലാണ് ട്രെയിൻ വരുന്നത്. സത്യം പറഞ്ഞാൽ ആലീസിനും അത് തന്നെയാണ് വേണ്ടത്. ആലീസ് ഇപ്പോൾ ആ ഒരു ട്രെയിനിന്റെ മുന്നിലൂടെ ഓടാൻ തുടങ്ങുകയാണ് കേട്ടോ. എന്നാൽ ആ ട്രെയിൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് വലിയൊരു പാലത്തിലേക്കാണ്. ആ പാലത്തിന്റെ നടുഭാഗം നേരത്തെ ആലീസ് തകർത്ത് വെച്ചായിരുന്നു. ഇത് കണ്ടപാട് തന്നെ പേടിച്ചു പോയ റാനത്ത് ഈ ട്രെയിനിന്റെ സ്പീഡ് കുറക്കാൻ പറയുന്നുണ്ടെങ്കിലും ഇത്രയും വേഗത്തിൽ വരുന്ന ട്രെയിനെ ഒറ്റയടിക്ക് നിർത്താൻ കഴിയും. അതുപോലെ ആ കുഴിയിലേക്ക് ഇപ്പോൾ ആലീസ് എടുത്ത് ചാടുകയാണ്. പിന്നാലെ തന്നെ വേഗതയില്ലാതെ കൺട്രോൾ ഇല്ലാതെ വന്ന ആ ഒരു ട്രെയിനും കുഴിയിലേക്ക് വീഴാണ്. എന്നാൽ താഴേക്ക് വീഴുന്ന ആലീസിനെ പിടിക്കാനായിട്ട് താഴെ ഇപ്പൊ നമ്മുടെ മോർവാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോൾ ആലീസിനെ പിടിച്ച് തൂക്കിയെടുക്കുകയാണ്. എന്നാൽ ആ ഒരു ട്രെയിൻ ആണെങ്കിലോ മുഴുവനായിട്ടും അത്രയും താഴത്തേക്ക് വീണ് മുഴുവനായിട്ടും പൊട്ടിത്തെറിച്ച് റാനത്തും കൂടെ ഉണ്ടായിരുന്ന സകലമാന സൈനികരും മരിച്ചു പോവാണ്. അധികം വൈകാതെ ഈ വിവരം ഫാദർ ജൊഹാൻ അറിയുന്നുണ്ട്. ഇനി നിലനിൽപ്പില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അധികാരം പിടിച്ചെടുക്കാനായിട്ട് ഇവിടെയുള്ള വിശ്വാസികളെയും അതുപോലെ തന്നെ അടിമകളെയും വിളിച്ചു കൂട്ടാൻ വേണ്ടി പറയണം. എന്നാൽ അപ്പോഴേക്കും ഇയാളുടെ റൈറ്റ് ഹാൻഡിനെ വരെ ഒരാൾ വന്ന് കുത്തിക്കൊല്ലുകയാണ്. മറ്റാരുമല്ല, സൈനിക നേതാവായിട്ടുള്ള ജെറൈസ് തന്നെ. അവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ് ഗുരുവേ, ഇനി നിങ്ങളുടെ വാക്ക് കേൾക്കാനായിട്ട് ആരുമില്ല ഫാദർ ജൊഹാൻ, നിങ്ങളുടെ കാര്യം ഇന്ന് പോക്കാണ് കേട്ടോ. ഇതും പറഞ്ഞ് കത്തിയെടുത്ത് ഇയാളുടെ വയറ്റത്തേക്ക് ഒരുപാട് തവണ കുത്തി 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 അയാളെ കൊന്നുകളയാണ്. കാരണം മഹാറാണിക്ക് അത്രയും ദേഷ്യം ഉണ്ടായിരുന്നു ഈ ഫാദർ ജൊഹാനോട്. അയാൾ അങ്ങനെ തന്നെ കൊല്ലണമെന്നും പറഞ്ഞായിരുന്നു. രാജ്യദ്രോഹി. വളരെ ബ്രൂട്ടലായിട്ട് തന്നെ അയാളെ കൊന്നുകളയാണ്. ഈ സമയത്ത് മോർവാനും ആലീസും കൂടെ അവർ തേടി വന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് സ്കൾ റിവർ, തലയോട്ടിയുടെ തടാകം. ആ ഒരു പ്രദേശം നോക്കുകയാണെങ്കിൽ തലയോട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അതായത് ആ വെയർവോൾഫ് മനുഷ്യ ചെന്നായെ പിടിക്കാൻ വന്ന എല്ലാത്തിനെയും അവൻ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അവൻ കൊന്നതിന് കണക്കില്ല. അത്രയും തലയോട്ടികൾ, ഒരുപാട് പേരുടെ തല കുന്തത്തിൽ കുത്തി നിർത്തിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പൊ തലയോട്ടിയായി മാറിയിരിക്കുകയാണ്. പിന്നീട് ആ സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഒരാൾക്ക് കെടുക്കാനായിട്ടുള്ള കുറെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതായത് ആ മനുഷ്യ ചെന്നായ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. എന്നാൽ ചുറ്റും നോക്കിയപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലായി, ഇപ്പൊ നിലവിൽ അവൻ ഇവിടെ ഇല്ല. എന്നാൽ നമുക്ക് തിരിച്ചു പോവാന്ന് മോർവാൻ പറയുന്നുണ്ട്.
അപ്പൊ ആലീസ് പറയണ പറ്റില്ല, നമുക്ക് ഇവിടെ നിൽക്കണം, കാരണം ഇന്ന് പൂർണ്ണമായ പൗർണമിയാണ്, അവൻ എന്തായാലും ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നിരിക്കും, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ആ സമയത്ത് മോർവാൻ പറയുന്നത് എന്നാൽ നീ പോയിക്കോ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറ്റില്ലല്ലോ, ഞാനിവിടെ വേണ്ടേ, എന്നാലല്ലേ എന്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെ ആ ഒരു വെയർവോൾഫ് വരുന്നതും കാത്ത് അവരവിടെ ഇരിക്കുകയാണ്. മാത്രമല്ല ആ ഒരു സന്ധ്യാസമയത്ത് രണ്ടുപേരും നന്നായിട്ട് നടക്കുകയാണ്, റൊമാൻറ്റിക് ആവുന്നുണ്ട്, എല്ലാ രീതിയിലും അവരെടുത്തു. അതുപോലെ തന്നെ കൊട്ടാരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മഹാറാണി അതുപോലെ തന്നെ സൈനിക നേതാവായിട്ടുള്ള ജെറായിസ് രണ്ടുപേരും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മുറിയിലാണ് കിടത്തും, ഒരു ഭാര്യയും ഭർത്താവിനെയും പോലെ തന്നെ. അതായത് മഹാറാണിയുടെ കൂടെ ജീവിക്കണം എന്നാണ് അവന്റെ ആഗ്രഹം കേട്ടോ. അതുപോലെ തന്നെ മഹാറാണിക്ക് അറിയാം ഇന്നാണ് പൂർണ്ണമായ ആ ഒരു പൗർണമി ദിവസം, നാളത്തെ ദിവസം അന്ന് മന്ത്രവാദി പറഞ്ഞതുപോലെ തന്നെ ആ ശക്തി എനിക്ക് കിട്ടിയിരിക്കും, അതിന്റെ സന്തോഷത്തിലാണ് മഹാറാണി. എന്നാൽ എന്തിനാണ് മഹാറാണി ഒരു വെയർവോൾഫായിട്ട് മാറുന്നത് അറിയില്ല. ഇതേ നേരം തന്നെ നമ്മുടെ ആലീസിനെ കാണിക്കുകയാണ്. അതായത് ആ ഒരു മനുഷ്യച്ചെന്നായ വെയർവോൾഫ് അവൻ വന്നാൽ അറ്റാക്ക് ചെയ്യാനായിട്ട് ഈ കയ്യിലെല്ലാം നഖത്തിന്റെ രീതിയിലുള്ള സിൽവർ വെപ്പൺസ് അവൾ അണിയാണ്. കാരണം മനുഷ്യച്ചെന്നായക്ക് സിൽവറിന്റെ വെപ്പൺസ് അതിന് പറ്റില്ല, അതിന്റെ ദേഹത്ത് വലിയ മുറിവുകൾ അതുണ്ടാകും. എന്നാൽ ഇത് കണ്ട സമയത്ത് മോർവാൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇപ്പോഴും നിന്റെ അടുത്ത് പറയാം, വാ നമുക്ക് ഇവിടുന്ന് പോവാം. എന്നാൽ ആലീസ് പറയണ പറ്റില്ല, പോവാൻ പറ്റില്ല. പിന്നീട് ഇവർ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ പൂർണ്ണമായ ചന്ദ്രനെ കാണുന്നുണ്ട്, അതായത് പൗർണമി ആയിക്കഴിഞ്ഞു. എന്നാൽ പൗർണമി ആകാൻ സമയമാകും തോറും ഈ മോർവാൻ എന്തുകൊണ്ടോ വല്ലാത്തൊരു വെപ്രാളം, അതുപോലെ തന്നെ മഴയും പെയ്യാൻ തുടങ്ങി. മോർവാൻ വീണ്ടും പറയുന്നുണ്ട് ആലീസ് നമുക്കിനി ഇവിടെ നിൽക്കണ്ട, പോകാം പോകാം. അതുപോലെ അവന്റെ ശബ്ദത്തിലും ചില മാറ്റങ്ങൾ. ഇവിടെ വെച്ചാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആലീസ് തേടി വന്ന ആ വെയർവോൾഫ് അത് മറ്റാരുമല്ല, ഈ മോർവാൻ തന്നെയാണ്. പൗർണമിയുടെ ആ ഒരു പൂർണ്ണ വെളിച്ചത്തിൽ അവൻ അവന്റെ തനി രൂപത്തിലേക്ക് വരാതെ ഒരു രക്ഷയില്ല. എന്നാൽ യാദൃശികമായിട്ടൊന്നുമല്ല ആലീസ് ഈ കാര്യം മനസ്സിലാക്കിയത്, മോർവാനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അതായത് മോർവാൻ തന്നെയാണ് ആ വെയർവോൾഫ് എന്ന് ആലീസിന് നന്നായിട്ട് അറിയാം. അന്ന് ഉൾക്കാഴ്ചയിലൂടെ തലയോട്ടി തടാകത്തിൽ ഒരു പ്രതിബിംബം അവൾ കണ്ടായിരുന്നല്ലോ, ശരിക്കും അന്ന് തന്നെ ആ വെയർവോൾഫ് ആരാണെന്ന് ആലീസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു നിലാവിന്റെ പൂർണ്ണ വെളിച്ചത്തിൽ മോർവാന് അവനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല, അവൻ പൂർണ്ണമായിട്ടും ഒരു വെയർവോൾഫായിട്ട് മാറുകയാണ്. ശരീരമെല്ലാം മാറി, ഡ്രസ്സെല്ലാം അഴിഞ്ഞുപോയി, മുഖവും നഖവും ഇതെല്ലാം കീറി തെറിച്ച് അതിഭീകരമായ ഒരു രൂപമായിട്ട് തന്നെ അവൻ മാറുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും കാലം ഇങ്ങോട്ടേക്ക് വന്ന കണക്കില്ലാത്ത അത്രയും ആൾക്കാരെ കൊന്ന് കൊല വിളിച്ച ആ വെയർവോൾഫിന്റെ കൂടെ തന്നെയാണ് ആലീസ് ഇത്രയും നാൾ യാത്ര ചെയ്തത്. അത് അവൾക്ക് നന്നായിട്ട് അറിയാൻ കേട്ടോ, അവളുടെ പദ്ധതിയുടെ ഭാഗം തന്നെയാണത്. അതായത് ഈ സ്ഥലത്തേക്ക് അവനെ കൊണ്ടുവരണം, ഇവിടെ വെച്ച് തന്നെ അവൾ വിചാരിച്ചതുപോലെ ചില കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ അവിടെ വെച്ച് ഇപ്പോ വെയർവോൾഫായി മാറിയ ഈ മോർവാനും അതുപോലെ ആലീസും തമ്മിൽ പോരാട്ടം തുടങ്ങുകയാണ്. അതായത് ഇനി മുതൽ മോർവാനും ആലീസും അല്ല പോരാടുന്നത്, ഒരു മനുഷ്യച്ചെന്നായും ഒരു മന്ത്രവാദിയും കൂടിയാണ്. അപ്പൊ അവരുടെ ഫൈറ്റിന് ആ ഒരു വിഷ്വലെല്ലാം ഞാനിങ്ങനെ ഈ പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ആ ഒരു വെയർവോൾഫ് അവൾക്ക് നേരെ വരുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന സിൽവർ നഖങ്ങൾ കൊണ്ട് അതിനെ മാന്തുകയാണ്. ആ മുറി നന്നായിട്ട് തന്നെ അതിനെ ഏൽക്കുന്നുണ്ട്. എന്നിരുന്നാലും അതുകൊണ്ടൊന്നും ഇതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. പിന്നീട് ഒരു കാക്കയുടെ രൂപമായി മാറിയ ഈ മന്ത്രവാദി അവന് നേരെ വരികയാണ്. അവനും അതുപോലെ തന്നെ ആക്രോശിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നാൽ കാക്കയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും പെട്ടെന്ന് അതിനെ കാണാതാവുകയാണ്. അതായത് ഇതെല്ലാം ഒരു തരത്തിൽ ആലീസിന്റെ കൺകെട്ടുകളാണ്. ആ കൺകെട്ടിലൂടെ പല തവണ ഈ ചെന്നായുടെ പല ഭാഗത്തായിട്ട് അവൾ മുറിവുണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാലും അതിനെ തോൽപ്പിക്കാനായിട്ട് അവളെ കൊണ്ട് കഴിയുന്നൊന്നുമില്ല. ആ സമയത്ത് നിലാവ് പതിയെ പതിയെ ആ കാർമേഘത്താൽ മറഞ്ഞു പോവാണ്. അങ്ങനെ നിലാവ് പോയി കഴിഞ്ഞാൽ മോർവാന് അവന്റെ മനുഷ്യരൂപത്തിലേക്ക് വരേണ്ടി വരും. അങ്ങനെ ഇപ്പോ അവൻ മനുഷ്യരൂപത്തിലേക്ക് വരികയാണ്. ദേഹത്ത് ഒരുപാട് മുറിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ, മനുഷ്യനായി മാറിയത് കൊണ്ട് തന്നെ ഒരുപാട് ക്ഷീണിച്ച് അവൻ അവിടെ കിടക്കുകയാണ്. ഈ നേരത്ത് ആലീസിനോട് മോർവാൻ പറയുന്നുണ്ട് നിന്നെപ്പോലെ ആയാൽ മതിയായിരുന്നു, കാരണം വിചാരിക്കുന്ന രൂപത്തിലേക്ക് ഇഷ്ടമുള്ള സമയത്ത് മാറാലോ. എന്റെ രൂപം കണ്ടില്ലേ, എനിക്ക് ഇഷ്ടമില്ലാതെയാണെങ്കിലും ഞാൻ അറിയാതെ അങ്ങനെ മാറിപ്പോവാണ്, എന്ത് ചെയ്യാനാ, ഞാൻ വെറുക്കാണ് എന്റെ ഈ ലൈഫിനെ. എന്നാൽ ആലീസ് പറയണം നീ വിചാരിക്കുന്നത് പോലെ എനിക്ക് ഒരു രൂപത്തിലേക്ക് മാറാനുള്ള ഒരു കഴിവുമില്ല, നിന്റെ കണ്ണിനെ ഞാൻ കബളിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നീട് പതിയെ പതിയെ ദേഹത്തുനിന്ന് ഒരുപാട് രക്തം പോയതുകൊണ്ട് തന്നെ അവൻ മയങ്ങി വീഴുകയാണ്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും അവൻ കണ്ണു തുറക്കുന്ന സമയത്ത് അവന്റെ ദേഹം മുഴുവനായിട്ടും വലിയ വലിയ ചങ്ങലകൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, അധികം വൈകാതെ വീണ്ടും നിലാവിന്റെ വെളിച്ചം വരും, അവൻ വീണ്ടും അപ്പൊ എന്തായി മാറും, ചെന്നായി ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇപ്പോ നോർമാൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ കണ്ടിട്ട് ഒരു തരി പോലും പേടി തോന്നില്ലേ, കാരണം ഈ ചുറ്റും കിടക്കുന്നത് ഞാൻ കൊന്ന ആൾക്കാരുടെ മൃതദേഹങ്ങൾ, അവരുടെ തലയോട്ടിയും അസ്ഥികളുമാണ്, ഇതൊന്നും കണ്ടിട്ട് നിനക്ക് പേടി തോന്നില്ലേ. ഈ സമയത്താണ് ആലീസ് അവരുടെ ആ ഒരു പദ്ധതി പറയുന്നത്. അതായത് നോർമാൻ തന്നെയാണ് ശരിക്കും ആ ഒരു വെയർവോൾഫ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. മാത്രമല്ല അന്ന് ബുള്ളറ്റ് കയറി മുറിവായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തത് അത് ആലീസ് ആയിരുന്നല്ലോ. ആ നേരത്ത് അവൾ അതിനുള്ളിൽ ഒരു ചെറിയ വെള്ളിയുടെ നാണയം വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ നോർമാൻ ഒരു വെയർവോൾഫായി മാറുന്ന സമയത്ത് ആ വെള്ളി അവന്റെ ദേഹത്ത് വെച്ച് ഉരുകി അത് അവന്റെ രക്തത്തിൽ കലർന്നു. അതുകൊണ്ടാണ് അവൻ അവശനായി പോയത്. അതുകൊണ്ട് മാത്രമാണ് ആലീസ് എന്ന ഈ മന്ത്രവാദിക്ക് നോർമാൻ എന്ന ആ ഒരു വെയർവോൾഫിനെ കുറച്ചെങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞത്. അതായത് അവരുടെ കറക്റ്റ് പ്ലാനിങ് ആയിരുന്നു. എന്തായാലും അവിടെ വെച്ച് നോർമാൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോന്ന്. പക്ഷേ മഹാറാണിക്ക് ഈ ആലീസ് വാക്ക് കൊടുത്തുപോയി. അതായത് മഹാറാണിയെ ഒരു വെയർവോൾഫ് ആക്കാമെന്ന്, അതിന് ഇയാളെ തീർച്ചയായിട്ടും കൊല്ലണം, അതായത് നോർമാനെ കൊല്ലണം. അങ്ങനെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നോർമാൻ പറയാണ് നീ ആർക്ക് എന്ത് ചോദിച്ചാലും കൊടുക്കുമല്ലോ, അവസാനമായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, അതെന്താണെന്ന് ആലീസ് ചോദിച്ചപ്പോ ഞാനും ഒറ്റയ്ക്കാണ്, നീ
നീ ഒറ്റയ്ക്കാണ്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാന്ന് പറയണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ പൂർണ്ണ ചന്ദ്രൻ വരികയാണ്, അതായത് നിലാവിന്റെ വെളിച്ചം വരികയാണ്. അതോടുകൂടിയിട്ട് വീണ്ടും നോർമാൻ ഒരു ചെന്നായി ആയിട്ട് മാറുകയാണ്. പിന്നീട് അധിക നേരം ആലീസ് ആലോചിച്ചില്ല, അവിടെ വെച്ച് തന്നെ അവനെ കൊന്നുകളയാണ്. പിറ്റേ ദിവസം രാവിലെയായി തലയോട്ടികൾ കൊണ്ട് മൂടിയിട്ട ഒരു മൃതദേഹം കാണിക്കുകയാണ്. മിക്കവാറും അത് മൊർവാന്റെ ശരീരം തന്നെ ആയിരിക്കണം. അവന്റെ ഓർമ്മയ്ക്കായിട്ട് ചെറിയൊരു വാച്ചും അവിടെ വെച്ച് ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ട് ആലീസ് അവിടുന്ന് തിരിച്ചു പോവാണ്. കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആ വലിയ ഖനി ഉണ്ടല്ലോ അത് താണ്ടി വേണം പോകാനായിട്ട്. എന്നാൽ ജീവനോട് പോകുന്ന ആലീസിനെ കണ്ട് അവിടെയുള്ള അടിമകളുണ്ടല്ലോ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ആവേശം കയറുകയാണ്. ഇത് ആലീസ് അല്ലേ, ആലീസ്. അവളുടെ ആ ഒരു പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് എനർജി വരാൻ തുടങ്ങി. അതുപോലെ ധൈര്യവും. മാത്രമല്ല അവരെ അടിക്കുന്നവരുണ്ടല്ലോ, അവിടുത്തെ കാവൽക്കാരുണ്ടല്ലോ, അവരോടൊന്നും യാതൊരു പേടിയില്ല ഇവർക്ക്. ഇതേ നേരം ആലീസ് ഇപ്പോ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നേരെ പോകുന്നത് പടനായകനായിട്ടുള്ള ജെറായ്സിന്റെ അടുത്തേക്കാണ്. അവന്റെ കയ്യിൽ ഇപ്പോ ആലീസ് ഒരു കാര്യം കൊടുക്കുന്നുണ്ട്, ചെന്നായയുടെ തൊലി, ഉരിഞ്ഞെടുത്ത തൊലി. അത് കൊണ്ടുപോയിട്ട് മഹാറാണിക്ക് കൊടുക്കണം എന്ന് പറയാണ്. പിന്നീട് മഹാറാണിയുടെ രക്തം ആ ഒരു തൊലിയിലാക്കി അത് പൊതിച്ച് കിടന്നുറങ്ങണം. അത് ഈ രാത്രിയിൽ തന്നെ നേരം വെളുക്കുമ്പോഴേക്കും അവർക്ക് അതിന്റെ ആ ഒരു ശക്തി പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ മഹാറാണിയുടെ ആഗ്രഹം സാധിച്ചു. ഇത് കണ്ട സമയത്ത് ജെറായ്സിന് ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യവും വരികയാണ്. മഹാറാണിക്ക് നിങ്ങൾ കൊടുത്ത ആ ഒരു വാക്ക് നിങ്ങൾ പാലിച്ചു, പക്ഷെ എനിക്ക് തന്ന വാക്ക് നിങ്ങൾ തെറ്റിച്ചില്ലേ. ഇതേ നേരം തന്നെ ആലീസ് പറയാണ്, നിനക്ക് ഞാൻ തന്ന വാക്കും പാലിക്കപ്പെടും. അതായത് അവരുടെ ആഗ്രഹം എന്താണോ അത് സാധിക്കാതിരുന്നാൽ പോരെ, മഹാറാണിയുടെ ആഗ്രഹം ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാൻ നിൽക്കുമ്പോൾ ആലീസിനോട് ജെറായ്സ് ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ തൊലിയാണ്? ശരിക്കും ആ ഒരു വോൾഫ് മാൻ, അതായത് മനുഷ്യ ചെന്നായി ആരാണ്? അത് മറ്റാരുമല്ല, മോർവാനാണ്. ഈ കാര്യം അത് അതുപോലെ തന്നെ ജെറായ്സ് പോയിട്ട് മഹാറാണിയോട് പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു തൊലി പിടിച്ച് മഹാറാണി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെറും ഒരു കാമത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല മഹാറാണി മോർവാനെ അവരുടെ അടുത്തേക്ക് വിളിച്ചിരുന്നത്. അവൻ അത്രത്തോളം പ്രണയിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അവൾക്കും, അതായത് മഹാറാണിക്കും ഒരു വെയർവോൾഫായിട്ട് മാറണം. അതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ആഗ്രഹം ആലീസിനോട്, ആ മന്ത്രവാദിയോട് ചെന്ന് ചോദിച്ചത്. എന്നാൽ അന്ന് തന്നെ ആലീസ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ ഒരു അനുഗ്രഹത്തിന്റെ കൂടെ, ഈ ഒരു വരത്തിന്റെ കൂടെ നിനക്കൊരു ശാപവും കൂടെ കിട്ടുമെന്ന്. എന്നാൽ അതൊന്നും കുഴപ്പമില്ലാന്ന് അന്ന് മഹാറാണി പറഞ്ഞു. എന്നാൽ ആ ശാപം ഇത് തന്നെയാണ്. ആരുടെ കൂടെ ജീവിക്കാനാണോ മഹാറാണി ആഗ്രഹിച്ചത് അയാളുടെ തൊലി തന്നെയാണ് ഇപ്പൊ മന്ത്രവാദി ഉരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കണ്ട സമയത്ത് ജെറായ്സിന് സന്തോഷാവുകയാണ്. അതായത് ഇനി മഹാറാണിയുടെ കൂടെ അവന് ജീവിക്കാമല്ലോ. അതായത് ഗ്രേ ആലീസ് എന്ന മന്ത്രവാദി അവന് കൊടുത്ത വാക്കും ഇവിടെ പാലിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ കരയുന്ന മഹാറാണിയുടെ അടുത്തേക്ക് ചെന്ന് ജെറായ്സ് പറയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഞാനില്ലേ, എല്ലാം നല്ലതിനാണ്. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന മഹാറാണി എന്താക്കി, തലയിലുണ്ടായിരുന്ന പിന്നൂരി ജെറായ്സിന്റെ കഴുത്തിലേക്ക് പല തവണ കുത്തി കൊന്നു കളഞ്ഞിട്ട് പറയാണ്, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അച്ഛൻ ഇല്ലാതാക്കിയില്ലടാ. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ? അതായത് ആലീസിന്റെ അടുത്തേക്ക് ആരെങ്കിലും ഒരു വരം ചോദിച്ചു ചെന്ന് കഴിഞ്ഞാൽ അവർക്കത് കിട്ടും, പക്ഷേ അതിന്റെ പിന്നാലെ തന്നെ മറ്റെന്തെങ്കിലും വലിയൊരു ആപത്തും അവരുടെ പിന്നാലെ ഉണ്ടാവും. അങ്ങനെ ആലീസ് ആ ഒരു കൊട്ടാരം വിട്ട് ഇറങ്ങിയല്ലോ. എന്നാൽ ഈ രാജ്യം ഇപ്പൊ ഭരിക്കാനായിട്ട് ആരുമില്ല. അതുകൊണ്ട് അടിമകളൊക്കെ തോന്നിയതുപോലെ നടക്കുകയാണ്. ഇനി അവരാണ് ഈ നാട് ഭരിക്കുക. അടിമകളുടെ ഒച്ചപ്പാടും ബഹളം ഇതെല്ലാം കേട്ട് മഹാറാണി ആകെ പേടിച്ചു പോയി അവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. പോകുന്ന വഴിയിൽ ആ തൊലി വരെ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അന്നേ ദിവസത്തെ ആ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി സൂര്യപ്രകാശം വരാൻ തുടങ്ങി. ആ പ്രകാശത്തിൽ ഈ തൊലി മുഴുവനായിട്ടും കത്തിക്കരിഞ്ഞ് ചാരമാവുകയാണ്. പിന്നീട് ആ ചാരം അതുപോലെ പറന്നു ചെന്ന് നേരെ ചെന്ന് പതിക്കുന്നത് മോർവാനെ കുഴിച്ചു മൂടിയ അവന്റെ ആ ഒരു കല്ലറയുണ്ടല്ലോ അതിന്റെ മുകളിലേക്കാണ്. അത് അവിടെ വീണ സമയത്ത് ആ കല്ലറ ചെറുതായിട്ട് ഇളകാൻ തുടങ്ങുകയാണ്. ആ ചാരം പൂർണ്ണമായിട്ടും അവൻ വലിച്ചെടുക്കുകയാണ്. അതായത് മരണപ്പെട്ടു പോയ മോർവാൻ ഇപ്പൊ ജീവൻ തിരിച്ചു കിട്ടി. അതായത് ഈ തൊലി എങ്ങാനും മഹാറാണി അണിഞ്ഞിരുന്നെങ്കിൽ, മഹാറാണി ഒരു വെയർവോൾഫ് ആയാൽ ഒരിക്കലും നോർമാന് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ കഴിയില്ല. എന്നാൽ മഹാറാണി അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് മോർവാൻ ഇപ്പോൾ വീണ്ടും ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. എന്നാൽ ഇതിനുശേഷം ഭയങ്കര ദേഷ്യത്തിൽ മോർവാൻ വരുന്നത് മന്ത്രവാദി ആലീസിനരികിലേക്കാണ്. എങ്ങനെയാണോ എന്റെ തൊലി ഉരിച്ചത് അതുപോലെ തന്നെ നിന്റെ തൊലി ഞാൻ ഉരിക്കാൻ പോവാന്ന് പറയണം. ആ സമയത്ത് ആലീസ് പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് അതിന് കഴിയില്ല, അതുപോലെ തന്നെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് ഉറപ്പായിരുന്നു നിനക്ക് തിരിച്ച് വീണ്ടും ജീവൻ കിട്ടുമെന്ന്. പിന്നെ നിന്റെ കയ്യിലുള്ള ആ ഒരു ഗണ്ണ് അതൊരിക്കലും പൊട്ടാൻ പോകുന്നില്ല, അത് നന്നാക്കി നിനക്ക് തന്നത് തന്നെ ഞാനല്ലേ. മാത്രമല്ല നിന്റെ തൊലി ഉരിച്ച് നിന്നെ അവിടെ കുഴിച്ചു മൂടുമ്പോഴും എനിക്കൊരു കാര്യത്തിൽ ഉറപ്പായിരുന്നു നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. എന്നാൽ ഇതൊന്നും കേട്ട് നോർവാൻ കൺവിൻസിങ് ആകുന്നില്ല. അവൻ പറയാണ്, എന്റെ തൊലി എങ്ങനെ ഉരിച്ചോ അതുപോലെ തന്നെ ഞാൻ നിന്റെ തൊലി ഉരിക്കുന്ന പറഞ്ഞിട്ട് അവൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഗണ്ണ് വർക്കാവുന്നില്ല. ആലീസ് പറഞ്ഞതുപോലെ തന്നെ ആവുകയാണ്. ഇപ്പോ നോർമാൻ അവന്റെ കയ്യിലേക്ക് ഒരു കത്തി എടുക്കുകയാണ്. അതുപോലെ തന്നെ ആലീസും കത്തി എടുക്കുന്നത്. രണ്ടുപേരും ഓടി വന്ന് പരസ്പരം കഴുത്തിൽ ആ കത്തി വെക്കുകയാണ്. ഈ നേരെ നോർവാനോട് ആലീസ് പറയാണ്, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്റെ കൂടെ ജീവിക്കണം എന്നായിരുന്നില്ലേ, നിന്റെ ആഗ്രഹം സാധിക്കണ്ടേ. ഇത് പറഞ്ഞ സമയത്ത് നോർമാൻ പതിയെ പതിയെ കത്തി താഴ്ത്തുകയാണ്. അതുപോലെ തന്നെ ആലീസും. ഇതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് നേരെ ലോസ്റ്റ് ലാൻഡ് അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നാൽ ആലീസിന്റെ കയ്യിൽ നിന്ന് വരം മേടിച്ച മോർവാനും അവസാനം മറ്റെന്തെങ്കിലും ശാപം വരുമോ? ഇല്ല, അതിന് സാധ്യതയില്ല. കാരണം അവനൊരു വരം ചോദിക്കുന്ന സമയത്ത് അതിന് പകരമായിട്ട് അവനൊരു പ്രതിഫലവും കൊടുത്തില്ല. മഹാറാണി പ്രതിഫലമായിട്ട് സ്വർണം കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ ജെറായ്സ് പ്രതിഫലമായിട്ട് അവന്റെ സ്വർണ്ണ നിറമുള്ള വാച്ച് നൽകിയായിരുന്നു. ചിലപ്പോൾ അങ്ങനെ ഒരു പാരിതോഷികം കൂടെ നൽകിയാൽ മാത്രമായിരിക്കും ആ ഒരു ശാപം ഇവരുടെ പിന്നാലെ വരിക. എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ഗ്രേ ആലീസ് എന്ന മന്ത്രവാദിയെ മോർവാൻ എന്ന വെയർവോൾഫും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ കഥ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ
നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.